പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് കിരീടം നേടിയിരിക്കുകയാണ്. ടൂർണമെന്റിന്റെ തുടക്കം മുതൽ അവസാനം വരെ കൊല്ലത്തിന്റെ ഒരു സമഗ്രാധിപത്യം ഉണ്ടായിരുന്നു. അത് അവസാനം കപ്പെടുത്ത് അവർ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. കൊല്ലത്തെ മുന്നിൽ നയിച്ച ക്യാപ്റ്റൻ സച്ചിൻ ബേബി, കൊല്ലത്തെ തന്ത്രങ്ങൾ കൊണ്ട് കൂടെ നിന്ന ശ്രീശാന്ത്, ഈ രണ്ടുപേരും മീഡിയനൊപ്പം ചേരുകയാണ്. ആദ്യം ക്യാപ്റ്റനിൽ നിന്ന് തുടങ്ങാം. സച്ചിനെ, കൺഗ്രാജുലേഷൻസ്. അതിനപ്പുറത്തേക്ക് എനിക്ക് എന്താ ചോദിക്കണമെന്ന് തോന്നുന്നില്ല. എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. കാരണം നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇനാഗ്രൽ ആ ഒരു ഇതിലെ എഡിഷനിലെ ചാമ്പ്യൻസ് ആവുന്നതിൽ വളരെ സന്തോഷം. എസ്പെഷ്യലി നമ്മുടെ ടീം പെർഫോം ചെയ്തു. അതുകൊണ്ടാണ് വലിയൊരു ഈ ഒരു വിക്ടറി ഉണ്ടായത്. ശ്രീ, വേറെ കാര്യമുണ്ട്. ഞാൻ ഈ സച്ചിനോട് ഈ ടൂർണമെന്റ് തുടങ്ങുന്ന പല സമയങ്ങളിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മാച്ച് കാര്യങ്ങളൊക്കെ. അപ്പോഴൊക്കെ പറയുന്നൊരു പേര് ശ്രീശാന്ത് എന്നായിരുന്നു. ശ്രീ പിന്നിലുണ്ടായിരുന്നു. ഞാൻ പിന്നിലല്ല, ഞാൻ ശരിക്കും പറഞ്ഞ സച്ചിന്റെ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി, ഹ്യൂമിലിറ്റി. എനിക്കിങ്ങനെ പലരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം പറഞ്ഞു തരുന്ന ഒന്ന്, പക്ഷെ എക്സിക്യൂട്ട് ചെയ്യണത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ദ വേ ഹീസ് പ്ലേഡ്, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ വരെ ഇതുപോലെ ലൈവ് ഇതുപോലൊരു ഫൈനലിൽ ഇത്രയും സ്ട്രെസ്സോടുകൂടി നമ്മൾ ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലി എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം അണ്ടർ 13, അണ്ടർ 19 എല്ലാം ലീഡറായിരുന്നു. അബ്സല്യൂട്ട്ലി. അത് മാത്രമല്ല, നമ്മുടെ 2013 ഇദ്ദേഹം ക്യാപ്റ്റനായ സമയത്തും ഞാൻ ഇവനെ വിളിച്ചുകൊണ്ടിരുന്നത് കേരളത്തിന്റെ വിരാട് കോഹ്ലി എന്നാണ്. പക്ഷെ എനിക്ക് ഇന്ന് തിരുത്തി വിളിക്കാനുള്ളത് ഇന്ത്യയുടെ സച്ചിൻ ബേബിയാണ്. അത് തീർച്ചയായിട്ടും കേരളത്തിന്റെ മാത്രം സച്ചിൻ ബേബി അല്ല. 35 സ്റ്റെപ്സ് ആയിട്ടുള്ളൂ. എല്ലാവരും ഏജ് പറയണം. ഞാൻ പറയുകയാണെങ്കിൽ പറയും സച്ചിൻ പാജി ഒരു 42 വരെ കളിച്ചു, ഫുള്ളി ഫിറ്റ് ആണ്. ഇതുപോലത്തെ ഒരു പയ്യനെ കിട്ടില്ല വേറെ. ലീഡർ, വർക്ക് എത്തിക്സ്, ഇഫ് യു വാണ്ട് ടു സെറ്റ് ആൻ എക്സാമ്പിൾ, ഈസ് ദ മാൻ. സച്ചിനെ, ഒരു സംശയമില്ലാത്ത വാചകങ്ങളാണത്. അത് 100% ആ വാചകം കടമെടുത്താൽ ഒരു പക്ഷേ സച്ചിനെ അറിയാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ബാക്കി കൂടുതൽ ആളുകൾ അറിയുകയും കൂടി ചെയ്തു ഈ KCL-ലൂടെ. സച്ചിൻ എല്ലാം കൊണ്ടും ബാറ്റിംഗിൽ, ടീമിന്റെ ഫീൽഡിംഗിൽ, ടീമിന്റെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സച്ചിന്റെ ടൂർണമെന്റ് ആയിരുന്നു ഇതല്ലേ? അല്ല, ഈ ഒരു ടൂർണമെന്റ് വന്നപ്പോൾ തന്നെ ഞാൻ ഫ്രണ്ട്സിനോട് പറയായിരുന്നു, കാരണം ഇങ്ങനത്തെ ഒരു ടൂർണമെന്റ് വേണം കേരളത്തിൽ. കാരണം നമ്മൾ കളിക്കുന്ന ലൈവ് മാച്ചസ് ഭയങ്കര കുറവാണ്. സയ്യിദ് മുസ്താഖലിലാണ് ഏറ്റവും കൂടുതൽ ലൈവ് മാച്ച് കളിക്കുന്നത്. അത് 1 2 മാക്സിമം. അപ്പൊ അതിൽ നമ്മൾ പെർഫോം ചെയ്തതിൽ നമ്മുടെ ബാറ്റിംഗ് ഇന്ത്യ ആൾക്കാർ കാണത്തില്ല. സോ വെരി ഗ്രേറ്റ്ഫുൾ ടു KCA ഇങ്ങനെ ടൂർണമെന്റ് കണ്ടക്ട് ചെയ്തത്. നമ്മുടെ ഒപ്പോണൻസിന് എന്താണ് പറയാനുള്ളത്? ബാക്കി 5 ടീമുകൾ കൂടിയുണ്ട്. They play really well. കാരണം there are lot of talents in Kerala. ഞാൻ പറയാം, അവൻ നല്ല ഹ്യൂമിലിറ്റി ആയിട്ട് പറഞ്ഞു, മക്കളെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തോളൂ, നമ്മളെ തുകയെ കുറിച്ച് പാടാണ്, അഹങ്കാരം തന്നെ വിചാരിച്ചോ. അതുപോലെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. മക്കളെ കൊല്ലം പൊളിയല്ലേ, മോനെ കൊല്ലം പൊളിയല്ലേ. വേറെ കാര്യങ്ങളുണ്ട്. ഒരു കപ്പലണ്ടി ചോദിച്ചിട്ട് കൊടുക്കാത്ത ആളുകളാണ് അവരാണ് ഈ കപ്പ് ചോദിച്ചാൽ കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ട്രോൾ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ കപ്പ് കൊടുക്കുന്നില്ല, കാരണം കപ്പ് എടുക്കണ ഇങ്ങനെ തോപ്പിക്കണം അടുത്ത്. ശ്രീയും അതുപോലെ സച്ചിനും പറയുന്നത് മോനെ കൊല്ലം പൊളിയല്ലേ, കൊല്ലം പൊളിയാണ്. അതുകൊണ്ടാണ് അവർ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലെ കപ്പെടുക്കുകയും ചെയ്തിരിക്കുന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് സനൂഷിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.